ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്രരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള പട്ടിണി പാവങ്ങളായിട്ടുള്ള തൊഴിലാളികൾ, ജീവിക്കാൻ വേണ്ടി ചെറിയ ശമ്പളം മാത്രം വാങ്ങുന്ന തൊഴിലാളികൾ, അത് കശുവണ്ടി തൊഴിലാളികളാകട്ടെ കൈത്തറിയാകട്ടെ തുടങ്ങി 21,000 രൂപയ്ക്ക് താഴെ ശമ്പളം വാങ്ങുന്ന തൊഴിലാളികൾ, അതിൽ കോളേജ് മാനേജ്മെൻറ്റ് കോളേജുകളിലെ സ്വയം സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർമാർ വരെ വരും. 21,000 രൂപയ്ക്ക് കുറച്ച് ശമ്പളം വാങ്ങുന്നവർ, അലവൻസ് വാങ്ങുന്നവർ, കൺസോളിഡേറ്റഡ് പേ വാങ്ങുന്നവർ, കോൺട്രാക്റ്റ് എംപ്ലോയീസ് ആയിട്ട് നിൽക്കുന്നവർ, ഇവർക്ക് വേണ്ടി ഇവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മനോഹരമായൊരു പദ്ധതി ESI എന്ന പേരിൽ രാജ്യത്ത് വന്നത്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്നൊക്കെ പറയാം. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ തന്നെ നിലവിലുണ്ട്. ഒരുപാട് സ്വയംഭരണ അധികാരമൊക്കെയുള്ള കോടിക്കണക്കിന് രൂപയുടെ മരുന്ന് ഈ പാവപ്പെട്ട ജനതയ്ക്ക് സഹായം കൊടുക്കുന്ന മഹത്തായ ഒരു പ്രസ്ഥാനമാണത്. പക്ഷെ അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെടുത്തി, അതിൻ്റെ അലംഭാവങ്ങളുമായി ബന്ധപ്പെടുത്തി വലിയ വേദനയുണ്ടാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ അത് കേരളത്തിൽ എന്തായാലും വളരെ വേദനയുണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ. ഒന്ന്, ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ പോലെ ഒരു ഫസ്റ്റ് ലെവൽ സെൻറ്ററുണ്ട്. ആ ഫസ്റ്റ് ലെവൽ സെൻറ്ററിലാണ് ആദ്യം പോയി കാര്യങ്ങൾ പറയേണ്ടത്, രോഗം കൊണ്ട് കാണിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള വലിയ ഹോസ്പിറ്റലിലേക്ക് അയക്കും, ESI ഹോസ്പിറ്റലിലേക്ക് അയക്കും. ആ ESI ഹോസ്പിറ്റലിൽ ചെന്നാൽ അവിടെ നിന്ന് പലപ്പോഴും ചിലപ്പോൾ മരുന്ന് കിട്ടില്ല. മരുന്ന് കിട്ടുന്നത് ഇപ്പുറത്തെ പ്രൈമറി സെൻറ്ററിൽ നിന്നാണ്. ചെറിയ അസുഖത്തിന് പോലും പരിശോധിക്കണമെങ്കിൽ, ബ്ലഡ് അല്ലെങ്കിൽ യൂറിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിശോധിക്കണമെങ്കിൽ റഫറൽ ഹോസ്പിറ്റലിലേക്ക് പോകണം. ഇനി റഫറൽ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ നിന്ന് ആർക്കെങ്കിലും അവിടെ ഇല്ലാത്ത സംവിധാനങ്ങളിൽ സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ രക്തപരിശോധന നടത്തുക അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ വലിയ പ്രോസസ്സാണ്. ഒരു കള്ളനെ പിടിക്കുന്ന പ്രോസസ്സിലൂടെയാണ് ചെയ്യുന്നത്. അത്ര വലിയ പ്രോസസ്സുണ്ട് അതിനകത്ത്. ആധാർ കാർഡ്, പിന്നെ ഒരുപാട് ഫോമുകൾ, വലിയ നൂലാമാലകളാണ്. അതിനേക്കാൾ ഉപരിയായി ക്യാൻസർ പേഷ്യൻറ്റിനോടാണ് വലിയ ചതി ചെയ്യുന്നത്. ക്യാൻസർ രോഗം വന്നവർ മെഡിക്കൽ കോളേജിലെയോ കേരളത്തിലെ ക്യാൻസർ ആശുപത്രികളിലെ, സർക്കാരിൻ്റെ മതി, സ്വകാര്യം നിൽക്കട്ടെ, അവിടെ സർക്കാരിൻ്റെ ക്യാൻസർ സെൻറ്ററുകളിൽ, RCC റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ നിന്നോ മെഡിക്കൽ കോളേജുകളിലുള്ള ക്യാൻസർ യൂണിറ്റുകളിൽ നിന്നോ ഇദ്ദേഹം, ഈ സ്ത്രീ, ഈ പുരുഷൻ അല്ലെങ്കിൽ ഈ കുട്ടി ഇത്ര വർഷമായി ക്യാൻസർ രോഗത്തിൽ ചികിത്സയിലാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്തുകൊണ്ട് വീണ്ടും ഒരു ട്യൂമർ ബോർഡിൻ്റെ അടുത്ത് പോകണം? അഥവാ ട്യൂമർ ബോർഡിൻ്റെ അടുത്ത് പോകണമെങ്കിൽ അതിൽ രോഗി തന്നെ പോകണം എന്ന് നിർബന്ധം പിടിച്ചാൽ എങ്ങനെയാണ്? ട്യൂമർ ബോർഡ് കൂടുന്നതാകട്ടെ കൊല്ലത്ത്, കോട്ടയത്ത്. അപ്പോൾ കേരളത്തിലെ ആളുകളെല്ലാം കെട്ടിപ്പറക്കി, ക്യാൻസർ രോഗം വന്നിട്ടുള്ള എല്ലാ ആളുകളും എല്ലാം കെട്ടിപ്പറക്കി കൊല്ലത്ത് പോകണോ? അതോ പിന്നെ കോട്ടയത്ത് പോകണോ? എത്ര വികൃതമാണ് ഈ നിയമം, എത്ര വൈകൃതമുള്ളതാണ് ഈ സംവിധാനങ്ങൾ. കോടാനുകോടി രൂപയുടെ റീഇംബേഴ്സ്മെൻറ്റാണ് പെൻഡിങ് കിടക്കുന്നത്. എത്രയോ മാസങ്ങളാം റീഇംബേഴ്സ്മെൻറ്റ് കിട്ടാൻ. മാത്രമല്ല റീഇംബേഴ്സ്മെൻറ്റിൽ എന്തൊക്കെ കിട്ടും എന്തൊക്കെ കിട്ടില്ല എന്നുള്ളതിലും വലിയ കൺഫ്യൂഷനാണ്. ഒരുപാട് കൺഫ്യൂഷൻസ് ഇപ്പോഴുണ്ട്. മരുന്നുകൾ പലയിടത്തും കിട്ടുന്നില്ല, വലിയ പരാതിയാണ് ESIയെക്കുറിച്ച്. അതിനിടയിൽ ഇത് 30,000 രൂപ ആക്കാനുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ നീങ്ങുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയുമുണ്ട്. എപ്പോഴും നമ്മൾ കുറ്റം മാത്രം പറയുന്നവരല്ലല്ലോ, ശരിയും തെറ്റും നന്മയും തിന്മയും എല്ലാം പറയണം. അപ്പം 30,000 രൂപയിലേക്ക് കൂടെ വരെ ശമ്പളമുള്ളവർക്ക് അല്ലെങ്കിൽ അലവൻസ് ഉള്ളവർക്ക് ESI ആനുകൂല്യം കിട്ടുന്നതിനുള്ള നടപടി ഒരു വശത്ത് നടക്കുന്നു. സന്തോഷമുള്ള കാര്യമാണ്. കാര്യം കോടാനുകോടി ആളുകൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും, ഫാമിലിക്ക് ആ ബെനിഫിറ്റ് കിട്ടും. വളരെ വലിയ സംഭവമാണിത് ESI. ഒരുപാട് പേരുടെ ആശാകേന്ദ്രമാണ് ഈ സെൻറ്ററുകൾ. അവിടെ സേവനങ്ങളൊക്കെ നന്നായി കൊടുക്കുന്നുണ്ട്, സേവനത്തിനൊന്നും ഒരു പ്രശ്നമില്ല. അവിടെ ഹോസ്പിറ്റലിൽ ചെന്നാൽ വലിയ സേവനം കിട്ടുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പ്രൊസീജിയറുകൾ, ഈ നടപടിക്രമങ്ങൾ, ഈ ലാബ്സ്, ഈ സമയത്തിൻ്റെ ഈ ലാഗിങ്, ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫൊക്കെ ആണല്ലോ ഈ പ്രൈമറി സെൻറ്ററുകളിലും റഫറൽ ഹോസ്പിറ്റലിലും പ്രവർത്തിക്കുന്നത്. അവർ നന്നായി ചികിത്സിക്കുന്നുണ്ട്, അതിനകത്ത് യാതൊരു തർക്കമില്ല. പക്ഷെ അവർക്ക് സൗകര്യങ്ങൾ വേണ്ടേ?
ചികിത്സിക്കുന്ന പേഷ്യൻസിന് സമയത്ത് പൈസ കിട്ടണ്ടേ? അവർ മെഡിക്കൽ ബോർഡ് എന്ന് പറഞ്ഞ് ഒരു ക്യാൻസർ രോഗം പോലെയുള്ള ആളുകൾ മാരകമായ രോഗമാണ്, രോഗം തന്നെ മാരകമാണ്, അതിനേക്കാൾ മാരകമാണ്, ചിലർക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. അങ്ങനെ ഇൻറ്റൻസിറ്റി കൂടുതലുള്ളവർ തനിക്കൊരു ആനുകൂല്യം കിട്ടണമെങ്കിൽ ട്യൂമർ ബോർഡിൻ്റെ അടുത്ത് പോകണം. എന്തിന്? RCCയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ചികിത്സയെങ്കിൽ, ഇനി പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും, ആതറൈസ്ഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും ഒരാളിന് ക്യാൻസർ ചികിത്സയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ നിരന്തരം ചികിത്സിച്ച തുണ്ടുകളിൽ കള്ളം കാണിച്ചൊന്നും തരികയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വീണ്ടും ട്യൂമർ ബോർഡിൻ്റെ അടുത്ത് പോകണമെന്നുള്ള വളരെ അശാസ്ത്രീയമായ നിയമമാണ്. ഇനി നിങ്ങൾക്ക് പേഷ്യൻറ്റിനെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ കാണണം. പേഷ്യൻറ്റിനെ കാണണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ കാണാമല്ലോ. കോവിഡ് കാലത്ത് നമ്മൾ ഇതെല്ലാം ചെയ്തതല്ലേ. മൊബൈൽ ആപ്പ് ഉണ്ടാക്കണം. നിങ്ങൾ ആ മൊബൈൽ ആപ്പ് വഴി നിങ്ങൾ ഡേറ്റ് കൊടുക്കണം ജില്ലകൾക്ക്. ആപ്ലിക്കേഷൻ വെച്ചിട്ട് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്ന് പറഞ്ഞ് 14 ജില്ലയ്ക്ക് നിങ്ങൾ ഡേറ്റ് കൊടുക്കണം. നിങ്ങൾക്കറിയാൻ പറ്റും എത്ര ആപ്ലിക്കേഷൻ ഉണ്ടെന്ന്. അപ്പോൾ ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ സ്വീകരിക്കുക. ആ ഓൺലൈൻ വഴി സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡേറ്റ് ഇട്ട് കൊടുക്കുക, സമയം ഇട്ട് കൊടുക്കുക. ആ ഡേറ്റും സമയവും അനുസരിച്ച് അവർ ഓൺലൈനിൽ വരട്ടെ. അവർ വാട്സപ്പിലും മൊബൈൽ ഫോണിലും പിന്നെ വീഡിയോ കോളിലും സൂം മീറ്റിങ്ങിലൊക്കെ വരാമല്ലോ, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിൽ വരാമല്ലോ. അവർക്ക് നിങ്ങൾക്ക് 10-20 പേരെ ഗൂഗിൾ മീറ്റിൽ വരുത്താം. എന്തെല്ലാം സാങ്കേതിക വിദ്യകളാണുള്ളത്. അത്യാധുനികമായ മൊബൈൽ ഫോണിൽ വരുത്താം. അങ്ങനെ വളരെ ഫിംഗർ ടിപ്പിൽ എല്ലാ സാങ്കേതിക വിദ്യയുമുള്ളപ്പോഴും ഈ പഴഞ്ചൻ പരിപാടികളുമായി ESI നടക്കരുത്. നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ പാവപ്പെട്ടവരുടെ ആശാ കേന്ദ്രമാണ്. നിങ്ങളടുത്ത് വരുന്നവർക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ കഴിയാത്തവരാണ് മഹാഭൂരിപക്ഷം നിങ്ങളടുത്ത് വരുന്നത്. ചിലപ്പോൾ വളരെ കുറച്ച് പേർ അല്ലാത്തവർ കാണും. ആരോഗ്യമായതുകൊണ്ട് എന്ത് താലി വിറ്റും പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോകുന്നവർ കാണും. പക്ഷെ മഹാഭൂരിപക്ഷം നിങ്ങളടുത്ത് വരുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള അമ്മമാരും സഹോദരിമാരും പുരുഷന്മാരും ഒക്കെയാണ്, കുടുംബാംഗങ്ങളുമൊക്കെയാണ്. അവർക്ക് നിങ്ങൾ വളരെ വലിയ സഹായമാണ് രാജ്യം ചെയ്തു കൊടുക്കുന്നത്. അത് ചെയ്യുമ്പോൾ സമൂഹം ചെയ്തു കൊടുക്കുന്നത് അതിൻ്റെ പ്രൊസീജിയർ ലാപ്സിൽപ്പെട്ട്, മരുന്ന് കിട്ടാത്ത സാഹചര്യത്തിൽപ്പെട്ട്, സൗകര്യങ്ങളിലെ റീഇംബേഴ്സ്മെൻറ്റ് സമയത്ത് കൊടുക്കാത്ത കാര്യങ്ങളിൽപ്പെട്ട്, ഈ ക്യാൻസർ ട്യൂമർ ബോർഡിനെ പോലുള്ള സംവിധാനങ്ങൾ ഇത്രയും കേന്ദ്രീകരിച്ച് 1-2 സ്ഥലങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന സംവിധാനങ്ങളിലൊക്കെ കൂടി നിങ്ങൾ വല്ലാതെയാണ് ദുരിതത്തിലാക്കുന്നത് ഒരു സമൂഹത്തെ. ഇത് കൃത്യമായി ബന്ധപ്പെട്ട വേദികളിൽ നിങ്ങൾ ചർച്ച ചെയ്യണം. ചാനലുകളിൽ ഡിജിറ്റലാകട്ടെ, യൂട്യൂബാകട്ടെ, അല്ലെങ്കിൽ സാറ്റലൈറ്റ് ആകട്ടെ, പത്രമാകട്ടെ, ഒരു വാർത്ത ചെയ്യുന്നത് അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ചെയ്യുന്നത് നന്മ വരാനാണ്, ആരെയും കുറ്റപ്പെടുത്താനല്ല. വ്യക്തികളോടല്ല നമ്മൾ സംസാരിക്കുന്നത്, വ്യക്തികളെ അല്ല ഞങ്ങൾ എതിർക്കുന്നത്, സിസ്റ്റത്തെയാണ്. സിസ്റ്റം കറക്റ്റ് ചെയ്യപ്പെടണം. സിസ്റ്റം കറക്റ്റ് ചെയ്യുന്നത് സിസ്റ്റത്തിനും നല്ലതാണ്, ജനങ്ങൾക്ക് നല്ലതാണ്. അപ്പോഴങ്ങനെ സിസ്റ്റം കറക്റ്റ് ചെയ്യുന്നതിൽ ESI സിസ്റ്റം വളരെ മനോഹരമായി കറക്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ആവശ്യമായ മെഡിസിൻ ഇല്ലാത്ത സാഹചര്യം, ഞാനീ പറഞ്ഞ സൗകര്യങ്ങളില്ലാത്ത സാഹചര്യം, റെഫറൽ, പ്രൈമറി റെഫറൽ എന്നുള്ള ഒരു പിന്നെ സ്റ്റേറ്റ് ഓഫീസ് എന്നൊക്കെ പറയുന്ന ഒരു ചാടിക്കളിയുണ്ട്. ഇതെല്ലാം ഒഴിവാക്കി ഒരു സിംഗിൾ വിൻഡോയിലൂടെ കാര്യങ്ങൾ നടത്തുന്ന രീതിയിൽ ഇത് കൊണ്ടുവരിക. മൊബൈൽ ആപ്പും മറ്റ് സംവിധാനങ്ങളും കൊണ്ടുവന്നുകൊണ്ട് വളരെ ലളിതമായ രീതിയിൽ പേഷ്യൻറ്റിന് ഒരു കാരണവശാലും, പ്രത്യേകിച്ച് ക്രോണിക് ഡിസീസസ് ഉള്ള, ക്യാൻസർ പോലുള്ള ഡിസീസസ് ഉള്ള പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാതെ അത് ഓൺലൈനിലൊക്കെ കാണുന്നതിനുള്ള സംവിധാനമുണ്ടാക്കി കുറേ കൂടി പ്രൊഫഷണലാകാൻ ESIക്ക് കഴിയട്ടെ. നിങ്ങൾ എല്ലാ നന്മയുള്ള പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിൽ കൂടുതൽ പ്രൊഫഷണലാകുമ്പോൾ അതിൻ്റെ മാധുര്യം കൂടും.